എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചെണ്ടുമല്ലി ചെടിയുടെ അവസ്ഥ കണ്ടല്ലോ. ഇതിന് കാരണം സ്പൈഡർ മൈറ്റ്സ് എന്ന് പറയുന്ന വളരെ ചെറിയ പെസ്റ്റുകളുടെ അറ്റാക്കാണ്. ഈ സ്പൈഡർ മൈറ്റ്സ് ഒരു ചെടിയിൽ വന്നു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ അത് വംശവർദ്ധനവ് നടത്തി ചെടിയെ മൊത്തത്തിലായിട്ട് അത് ബാധിക്കും. മാത്രമല്ല, വളരെയധികം പെരുകുന്ന കാരണം മറ്റ് ചെടികളിലേക്കുള്ള ആക്രമണത്തിനും അത് സാധ്യത വളരെ കൂടുതലാണ്. ഇത് വന്നു കഴിഞ്ഞാൽ ഒരു ചെടിയെ രക്ഷിച്ചെടുക്കുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല. വരാതെ നോക്കുക എന്നുള്ളതാണ് പ്രായോഗികമായിട്ടുള്ള കാര്യം. നമ്മുടെ വേപ്പെണ്ണ, സോപ്പ് ലായനി മിശ്രിതമാണ് ഇത്തരം പെസ്റ്റുകളെ അകറ്റി നിർത്താനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത്. ഈ ചെണ്ടുമല്ലിച്ചെടി നിന്നിരുന്നത് നമ്മുടെ ടെറസ് ഗാർഡനിൽ മറ്റുള്ള ചെടികളുടെ ഇടയിലാണ്. പക്ഷേ വേറെ ഒരു ചെടിയിലേക്കും ഈ പെസ്റ്റിൻ്റെ അറ്റാക്ക് ഉണ്ടായിട്ടില്ല. ബാക്കി എല്ലാ ചെടികളും വളരെ ആരോഗ്യത്തോടു കൂടി തന്നെയാണ് നിൽക്കുന്നത്. നമ്മളിപ്രാവശ്യം 10-12 ചട്ടികളിൽ ചെണ്ടുമല്ലി തൈകൾ നട്ടിരുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ടെറസ് ഗാർഡനിൽ മറ്റുള്ള പച്ചക്കറി തൈകളും അഡീനിയം, ജമന്തി പോലുള്ള പൂച്ചെടികളും എല്ലാം നിന്നിരുന്നു. ഇതിൻ്റെ ഇടയിലാണ് ആ പെസ്റ്റ് അറ്റാക്ക് ഉണ്ടായ ചെണ്ടുമല്ലിയും നിന്നിരുന്നത്. പക്ഷേ മറ്റുള്ള ചെടികളെല്ലാം വളരെ ആരോഗ്യത്തോടു കൂടി നിന്നിരുന്നത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ ബാക്കി പ്രാണികളൊന്നും ഈ ഒരു പെസ്റ്റിനെ മറ്റുള്ള ചെടികളിലേക്ക് പകരാനായിട്ട് സാധിക്കാതെ പോയത്. ചെടികൾ ആരോഗ്യത്തോടു കൂടി വളരണം എന്നുണ്ടെങ്കിൽ പോട്ടി മിക്സ് വളരെ പ്രധാനപ്പെട്ടതാണ്. വരും വീഡിയോകളിൽ നമ്മൾ ഉപയോഗിക്കുന്ന പോട്ടി മിക്സിനെ കുറിച്ചും അതുപോലെ തന്നെ നമ്മളെങ്ങനെയാണ് ചെടികളിൽ പെസ്റ്റ് അറ്റാക്കോ അതുപോലെ തന്നെ മറ്റുള്ള ഫംഗസ് അങ്ങനത്തേതൊന്നും വരാതിരിക്കാനായിട്ട് നമ്മൾ എന്തൊക്കെ മാർഗ്ഗങ്ങളാണ് ഉപയോഗിക്കുന്നതെന്നൊക്കെ വരുന്ന വീഡിയോകളിൽ നമുക്ക് കാണാം. ഇതിനോടൊപ്പം തന്നെ നമ്മൾ വേറെയും ഒരു 10-12 ചട്ടിയിൽ ചെണ്ടുമല്ലി തൈകൾ വളർത്തിയിരുന്നു. അതിനൊന്നും ഈ ഒരു അറ്റാക്ക് ഉണ്ടായിട്ടില്ല. അതായത് ആ ചെടികൾക്കൊക്കെ അതിനെ പ്രതിരോധിക്കാനുള്ള ശക്തി ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആ ചെണ്ടുമല്ലികളുമൊക്കെ ഇപ്പോഴും നല്ലോണം പൂക്കളും മുട്ടുകളും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും വലിയൊരു പെസ്റ്റ് അറ്റാക്ക് ഈ ഒരു ചെടിക്ക് ഉണ്ടായിട്ട് ബാക്കി ചെടികളെ ഒന്നും അത് ബാധിച്ചില്ല എന്ന് പറയുമ്പോൾ അത് നമുക്ക് വളരെ വലിയൊരു സന്തോഷം തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇനി തീരുമാനിക്കാം നമ്മൾ ചിരിക്കണോ കരയണോ എന്നുള്ളത്. ഒരു ചെടി നശിച്ചു പോയാലും മറ്റുള്ള ചെടികളൊക്കെ രക്ഷപ്പെട്ടത് വളരെ സന്തോഷം നൽകുന്നൊരു കാര്യമല്ലേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.